ഗൈസ്, അപ്പോൾ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ ഫുഡ് പാൻറ് ഓടിക്കുന്ന അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ഇന്ത്യൻ മണി 2000 രൂപ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുഡ് പാൻറ് ഐഡി വാങ്ങിക്കാൻ കിട്ടും. വീക്കിലി $160 റെൻറ്റ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിക്കണം. അതൊരു $600 ഒരു 800 ഒരു $1000 അത് ഉണ്ടാവും. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത്, നമ്മൾ ഈ ഫുഡ് പാൻറ് ആപ്പ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഓർഡറുകൾ വരും. ആ ഓർഡർ 1 കിലോമീറ്ററോ 1/2 കിലോമീറ്ററോ 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആയിരിക്കും കൊടുക്കാനുണ്ടാവുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തു കഴിഞ്ഞത് എവിടെ നിന്നാണോ അതിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് എവിടെയാണോ അതിലുള്ള ഓർഡറുകൾ വരും. അപ്പോൾ അതൊക്കെ ഈ 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ആയിരിക്കും. പക്ഷേ അടിപൊളിയായിട്ട് നമുക്ക് പൈസ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അടിപൊളി പരിപാടിയാണ്. പക്ഷേ എന്താ പറഞ്ഞാൽ ഇതിവിടെ ലീഗലല്ല, ഇല്ലീഗലാണ്. ഞാനിവിടെ സ്റ്റുഡൻറ്റ് പാസ്സിലാണ് വന്നത്. അതേപോലെ കുറേ മലയാളീസുകൾ സ്റ്റുഡൻറ്റ് പാസ്സിൽ വന്നിട്ട് ഡിഷ് വാഷിങ്, കാറ്ററിങ് അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. എല്ലാം ലീഗലല്ല, എല്ലാം ഇല്ലീഗലാണ്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി പറയുമ്പോൾ ഫുഡ് പാൻറ് തന്നെയാണ്. അത് ഇവിടെ വന്നിരിക്കുന്ന മലയാളി സ്റ്റുഡൻസിനൊക്കെ അറിയാം. കാരണം അത് കുറച്ച് ടാസ്ക്കാണ് ചെയ്യണത്, പക്ഷേ അടിപൊളി പരിപാടിയാണ്. നമുക്ക് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരാനുള്ള പൈസ, നമ്മൾ മുടക്കിയ പൈസയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് വീണ്ടെടുക്കാം. പക്ഷേ അതുപോലെ ടാസ്ക്കും ഉണ്ട് കേട്ടോ. ഇവിടെ സപ്പോസ് ഇതൊക്കെ പിടിച്ചു പറഞ്ഞാൽ നമ്മൾ ഡീപ്പോർട്ട് ചെയ്ത് വിടും. എമ്മോ പോലീസോ പിടിച്ചാൽ ഇല്ല പറഞ്ഞാൽ അവൻ്റെ മൈൻഡ് പോലെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കൊരു വാണി നിന്നും വിടാം, അത് അവൻ്റെ മൈൻഡ് പോലെ ഉണ്ടാവും. പക്ഷേ അടിപൊളി പരിപാടിയാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം പറഞ്ഞാൽ അപ്പുറം കിട്ടുന്നതിൽ ഒരു മാസമൊക്കെ കറക്റ്റായിട്ട് ഓടിയെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇങ്ങനത്തെ ഫുഡ് പാൻറ്റൊക്കെ കൂടി ഇവിടെ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ അങ്ങനെ വിചാരിച്ചു പോകും. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ബൈ, സീ യു.